ഹായ് ഹലോ ഹവർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ആക്കിബിൻ്റെ കല്യാണത്തിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിക്കാഹിൻ്റെ ദിവസമാണ്. നിക്കാഹ് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ജസ്റ്റ് എൻട്രൻസിൽ നിന്നാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. കുറേ ഇങ്ങനെ റോഡൊന്നും കാണിച്ച് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചത് കോഴിക്കോട് സുമംഗലി ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പുതിയപ്പളുടെ വണ്ടിയൊക്കെ കൂടെ കിടക്കണുണ്ടല്ലേ. ഞങ്ങളിത് ഹോളിലേക്ക് കയറി പോകാൻ അകത്തേക്ക് ഫിദാക്കി എൻട്രൻസിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. അതായത് നിക്കാഹ് ജസ്റ്റ് അങ്ങോട്ട് കഴിയലും ഞങ്ങൾ എത്തലും ഒരുമിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ എന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. അതായത് പരിപാടി കഴിയുന്ന സമയത്തായിരിക്കുമല്ലോ ഞങ്ങൾ എത്തണത്. എപ്പോഴും അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഇങ്ങനെ പരിപാടി ഞങ്ങൾക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. അങ്ങനെ പൊതുവേ അങ്ങനെയാണ്. ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടാണ് എത്തുന്നത്. എന്താണെന്നറിയില്ല. ഇന്നിപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്രാഫിക് നന്നായി ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയുകയാണെങ്കിൽ പുതിയാപ്പളുടെ വീട്ടുകാർ പോയ ബസ്സിൻ്റെ പുറകെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരെത്തിയിട്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയല്ലോ. അവിടെയാണ് ഞങ്ങൾക്ക് ഇത്തിരി ഡിലേ വന്നത്. ഇവരവിടെ നിർത്തിയിട്ടുണ്ടായില്ല എന്നുകൊണ്ട്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് 5 മണിക്കൂർ യാത്ര പറ്റാത്തതുകൊണ്ട് ഒന്ന് ഇരിക്കാനും നടക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വന്നത്. ഇതേ ഫ്രണ്ടിൽ തന്നെ അവരെ വലിയും ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടെ പരിചയപ്പെടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി പേരെ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കണ്ട് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുമ്പിട്ട് 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതായത് ഗാല നൈറ്റിൻ്റെയും മെഹന്തിയുടെ രംഗോലി നെറ്റിൻ്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ട് ഉണ്ടായിരുന്നു. റിസപ്ഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അല്ല, അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അപ്പം ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ബ്രോക്കണായിപ്പോയി. എൻ്റെ എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ അതിൽ നിന്ന് പോയി. ഇദ്ദേഹം വേറെ ഫോണിൽ എടുത്തതുകൊണ്ട് എനിക്ക് ഇത്രയും വീഡിയോസ് കിട്ടിയത്. അപ്പോൾ ഇതോടുകൂടി ആക്കിബിൻ്റെ കല്യാണത്തിൻ്റെ സീരീസ് കഴിയൂട്ടോ ഈ വീഡിയോയിലൂടെ. അപ്പോൾ അതേപ്പോൾ പുതിയണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. അവിടെ പെൺപിള്ളേരൊക്കെ പിന്നെ എന്താ പറയുക, മഞ്ചല്ല എന്തോ ഒരു സംഭവം പറയാമല്ലോ ഇതിനെ, അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കുട്ടീനെ. എന്താ ഫേസിലൊക്കെ മറ്റേ സ്കാർഫൊക്കെ ഇട്ടിട്ടുണ്ട്. ചെന്ന് സ്റ്റേജിൽ ചെന്ന് പുതിയാപ്പിള സ്കാർഫൊക്കെ പൊക്കി മുഖം നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോണ്ട് നിയമം. അപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റുകയാണ് കേട്ടോ. അവരുടെ കുറേ റിലേറ്റീവ്സാണ്, പെണ്ണിൻ്റെ കുറേ റിലേറ്റീവ്സാണ്. എനിക്ക് അമ്മായിമാർ അങ്ങനെയൊക്കെ ആരും തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ അവർ കയറ്റി ചെറുക്കൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പം ചെറുക്കൻ്റെ അടുത്ത് എത്തി ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിന് മുമ്പ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തതുകൊണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടാം കേട്ടോ. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായി റീച്ച് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മുടെ ചാനലിനെ അപേക്ഷിച്ചൊക്കെ കുറച്ച് റീച്ചൊക്കെ പോയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു നല്ല മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ സ്റ്റേജിലൂടെ കലാപരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളിനി അടുത്ത പരിപാടിയായ ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ആവശ്യത്തിനുള്ള ഫുഡുകളൊക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് പോയിരുന്ന് കഴിക്കുന്നുണ്ട്. ടേബിളിൽ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബൊഫെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
ഞങ്ങളൊക്കെ ബൊഫേയിലിരുന്ന് ടേബിളിൽ നിറച്ച ആൾക്കാരായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല. ബൊഫേ പോലെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് എല്ലാവരും കൂടി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ സ്വീറ്റ്സിൻ്റെ അടുത്ത് പഴവും അലുവ അങ്ങനെ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജിൽ ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ ഹോളിലേക്ക് തന്നെ വന്നു, സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മായിയമ്മ അപ്പോൾ ഈ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ആദ്യം കംപ്ലീറ്റ് പെൺവീട്ടുകാരുടെ പരിപാടികളായിരുന്നു, സ്റ്റേജ് മേക്കായിട്ടുള്ള പരിപാടി അങ്ങനത്തെയൊക്കെ. ഇനിയിപ്പോൾ ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടികൾ തുടങ്ങുകയാണ്. ഇപ്പോൾ പെങ്ങൾ വന്ന് പുതിയാപ്പണ്ണെ കെട്ടിപ്പിടിച്ച് കങ്കാട്സൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുക്കൻ വീട്ടുകാരെ എനിക്ക് തോന്നുന്നു താലികെട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ സെഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ അതാണല്ലോ ഏറ്റവും കൂടുതൽ. ഫോട്ടോ സെഷന് വേണ്ടിയിട്ടാണ് കുറേ സമയം പോകുന്നത്. അവരെ പല ആംഗിളിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പം കുറേ ടൈം പോകും. അങ്ങനെ സ്റ്റേജിലെ കലാപരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ ബാക്കിലേക്ക് പോയി ഓരോരുത്തരെ കാണാത്തവരൊക്കെ കണ്ട് പരിചയം പുതുക്കാനുള്ളവരൊക്കെ പരിചയം പുതുക്കി സംസാരമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മോന് സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റേജിലത്തെ ഡെക്കറേഷൻസ് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടതും. അത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണുന്നത് കേട്ടോ. സ്റ്റേജിലെ ഡെക്കറേഷൻസാണത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മോൻ കയറിയത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതേ അങ്ങനെ പുറത്തിറങ്ങി എല്ലാവരും അവിടെ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിക്കലും വർത്താനം പറയലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ പുറത്തേക്ക് പോരുകയാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയുള്ള എവിടെ ചെന്നാലും ലാസ്റ്റ് കുറച്ച് നേരം സംസാരിക്കണമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നും കമൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.